ശിവ, പ്രപഞ്ചത്തെ ദുഃഖത്തിൽ നിന്നും രക്ഷിച്ചാൽ നമ്മുടെ ആശീർവാദം നിന്നോടൊപ്പം ഉണ്ടാകും. വന്നാലും പ്രഭു. സഹോദരി സരസ്വതി, ഈ അമൂല്യ വസ്തുക്കൾ സമുദ്രമഥനത്തിൽ നിന്നും ഉത്ഭവിച്ചവയാണ്. നാമും അതിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഈ വിഷപ്രസരം നമ്മെയും... ഇല്ല സഹോദരി ലക്ഷ്മി, അവിടുത്തെ മാത്രമല്ല, ഈ വിഷപ്രസരം നമ്മെ എല്ലാവരെയും, സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തെയും ആഗിരണം ചെയ്യുന്നതാണ്. ഇല്ല മഹാദേവ, ഇല്ല. നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ ഈ പ്രപഞ്ചം നഷ്ടമാകുന്നത് കണ്ടു നിൽക്കാൻ നമുക്കാവില്ല. വന്നാലും മഹാദേവ, ഈ മഹാവിനാശത്തെ തടഞ്ഞാലും സഹോദരി ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. ഇത് സംഭവിക്കാൻ പാടില്ല. ഈ വിഷം ഇങ്ങനെ എല്ലാ ശക്തികളെയും അതിനുള്ളിലേക്ക് ആഗിരണം ചെയ്യാൻ പാടില്ല. ഈ വിഷത്തിനു മുന്നിൽ നമ്മുടെ ശക്തികൾ ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ്? വിഷത്തിന്റെ പ്രസരത്തെ ഇനി ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല പാർവതി. ത്രിദേവന്മാർ ബാലരൂപം സ്വീകരിച്ചിരിക്കുന്നത് കാരണം സമ്പൂർണ്ണ സൃഷ്ടിയുടെയും സന്തുലനം തകർന്നിരിക്കുകയാണ്. മഹാപ്രളയത്തിന്റെ ഫലമായി ഇപ്പോൾ നമ്മുടെ സഹോദരി ലക്ഷ്മിയെ വിഷപ്രസരം ആഗിരണം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഇനി ഏത് നിമിഷവും നമ്മുടെ അവസരവും വരുന്നതാണ്. അപ്പോൾ നമ്മളും... ഒരുപക്ഷെ അതിനു മുൻപായി നമ്മുടെ മഹാദേവൻ ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രപഞ്ചത്തെ രക്ഷിച്ചിരുന്നെങ്കിൽ. നാം എവിടേക്കാണ് പോകുന്നത് മിത്രമേ? ശൂന്യാകാശത്തേക്ക് പ്രഭു. അവിടെയാണ് വിഷം പ്രസരിക്കുന്നത്. ഇത്തവണ വിഷത്തിന്റെ പ്രസരണം അന്തരീക്ഷത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ തടഞ്ഞില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വവും നഷ്ടമാകും. അതിനാൽ പ്രപഞ്ചത്തിനിപ്പോ അങ്ങയുടെ ആവശ്യമുണ്ട് പ്രഭു. വേഗം പോയാലും മിത്രമേ, നമ്മെ നമ്മുടെ മാതാവ് പഠിപ്പിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് സഹായഹസ്തം തീർച്ചയായും നൽകേണ്ടതാണെന്ന്. നാം നമ്മുടെ ഭാവനയിൽ പോലും കരുതിയിരുന്നില്ല നമ്മുടെ ചെറിയൊരു അപരാധം ഇത്തരമൊരു ഭയാനക സാഹചര്യം സൃഷ്ടിക്കുമെന്ന്. സ്വയം കുറ്റപ്പെടുത്താതിരിക്കൂ സഹോദരി പാർവതി. കാരണം തെറ്റ് നമ്മുടേതാണ്. നമ്മുടെ കഠിന തപസ്സുകളാൽ നാം മഹാദേവനെ പതി രൂപത്തിൽ പ്രാപ്തമാക്കി. പക്ഷെ അദ്ദേഹം ഒരിക്കലും നമുക്ക് സ്വന്തമായിരുന്നില്ല. ഒരു പുരുഷനെ പതിയായി ലഭിക്കുക മാത്രമല്ല ഒരു സ്ത്രീക്ക് പര്യാപ്തമായിട്ടുള്ള കാര്യം. അദ്ദേഹത്തെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയുമാണ് മഹത്വപൂർണമായ കാര്യങ്ങൾ. പക്ഷെ നാം നമ്മുടെ സനാതനനായ ശിവനെ ഒരിക്കലും മനസ്സിലാക്കിയതേയില്ല. അദ്ദേഹത്തിന്റെ മഹത്വത്തെ,
സ്വാധീനത്തെ, ഇഷ്ടങ്ങളെ, അനിഷ്ടങ്ങളെ, സ്വഭാവത്തെ ഒന്നും തന്നെ നാം മനസ്സിലാക്കിയിരുന്നില്ല. നമ്മുടെ ശാന്തനും ഏകാന്തനും നിസ്സംഗനുമായ ശിവനെ ഗൃഹസ്ഥ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെന്ന ശാഠ്യത്തിൽ ഉറച്ചിരുന്നതാണ് നാം. നമ്മുടെ ശിവനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അവിടുത്തെ ഈ പശ്ചാത്താപം വ്യർത്ഥമാണ്. ഈ മഹാവിനാശത്തിന് ഉത്തരവാദിയായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അനസൂയയാണ്. അനസൂയയുടെ ശാഠ്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തി കാരണം അവർ പ്രപഞ്ചത്തെ മുഴുവൻ നാശത്തിലെത്തിച്ചിരിക്കുകയാണ്. എന്തിനാണ്? നാം വളരെ വലിയ അപരാധമാണ് ചെയ്തത് ഋഷിവര്യ, വളരെ വലിയ അപരാധം. നാം വളരെ വലിയ അപരാധം ചെയ്തിരിക്കുന്നു ഋഷിവര്യ. ഒരു മാതാവെന്ന നിലയിൽ അവിടുത്തെ ആശങ്ക ശരിയാണ് ദേവി. പക്ഷേ അവിടുന്ന് കേവലം ഒരു മാതാവ് മാത്രമല്ല, മഹാസതിയുമാണല്ലോ. മഹാസതികളിൽ ഒരാളെന്ന നിലയിൽ ഈ സമസ്ത പ്രപഞ്ചത്തിന്റെ ക്ഷേമവും അവിടുത്തെ ഉത്തരവാദിത്വമാണ്. നാം നമ്മുടെ പുത്രനെ മരണമുഖത്തേക്കാണ് പറഞ്ഞയച്ചത് ഋഷിവര്യ. ഒരു നിഷ്കളങ്ക ബാലനോട് ദുരന്തം ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അപേക്ഷിക്കുക അത് ഉചിതമല്ല ഋഷിവര്യ. അതിനാൽ നമുക്ക് നമ്മുടെ പുത്രന്റെ രക്ഷയ്ക്കായി അവന്റെ അടുക്കലേക്ക് പോകേണ്ടതുണ്ട് ഋഷിവര്യ. അതെങ്ങനെയാണ് സാധ്യമാകുക ദേവി? ശിവൻ പോയിരിക്കുന്ന ഇടം അവിടെ ആർക്കും തന്നെ ശരീരവുമായി പോകാൻ സാധിക്കില്ല. അത് നമ്മൾ മനുഷ്യരുടെ കഴിവുകൾക്കും അതീതമാണ് ദേവി. നാം മഹാസതി അനസൂയ, അസംഭവ്യമായത് സംഭവ്യമാക്കുന്ന ത്രിദേവന്മാരുടെ മാതാവ് മഹാസതി അനസൂയ, നമ്മുടെ സതീത്വത്തിന്റെ ബലത്തിൽ ദിക്പാലകരോട് അഭ്യർത്ഥിക്കും. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവർ നമ്മെ തീർച്ചയായും സഹായിക്കുന്നതാണ്. അവിടുന്ന് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ദേവി, സൃഷ്ടിയുടെ സന്തുലനം തകർന്നിരിക്കുകയാണ്. വിഷത്തിന്റെ പ്രസരണത്തിന് ശേഷം സർവരും ശക്തിഹീനരായിരിക്കുന്നു. എങ്കിലും നാം നമ്മുടെ ശ്രമം തീർച്ചയായും നടത്തും. അല്ലയോ ദിക്പാലകരെ, അല്ലയോ സൂര്യദേവ, ചന്ദ്രദേവ, നാം മഹാസതി അനസൂയ, ത്രിദേവന്മാരുടെ മാതാവ്, നിങ്ങൾ സർവ്വ ദിക്പാലകരോടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നമ്മെ നമ്മുടെ പുത്രൻ ശിവന്റെ അടുക്കൽ എത്തുന്നതിനായി നമ്മെ സഹായിച്ചാലും. സഹോദരി പാർവതി, സരസ്വതി, മഹാദേവ, അങ്ങയുടെ ദർശനം ലഭിക്കാതെ
അങ്ങയോട് ക്ഷമ ചോദിക്കാതെ നാം പോവുകയാണ്. അവിടുന്ന് ആദ്യം ഇത് പറഞ്ഞാലും മിത്രമേ, മിത്രം ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഉത്തരവാദിത്വം നിർവഹിക്കാൻ വന്നതായിരുന്നു. അപകടങ്ങൾ അകറ്റുവാനുള്ള ഉത്തരവാദിത്വം. പക്ഷേ ആ അപകടം അവിടത്തെ അപകടത്തിലാക്കുമായിരുന്നല്ലോ. ഇപ്പോൾ നാം വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അവിടുത്തെ ഉമ്മയ്ക്ക് എന്നേക്കുമായി അങ്ങേ വിട്ട് പോകേണ്ടി വരുമായിരുന്നു. മിത്രമേ, അവിടുന്ന് ആശങ്കപ്പെടാതിരിക്കൂ. നാം വന്നല്ലോ. നാം അപകടം അകറ്റുന്നതാണ്. അത് ഒരിക്കലും അവിടത്തെ ബാധിക്കില്ല. വന്നാലും നമ്മുടെ ഒപ്പം വന്നാലും മിത്രമേ, നാം ഇപ്പോൾ വരാം. മാതാവിന്റെ ആജ്ഞ പൂർത്തിയാക്കണം. മാതാവിന്റെ ആജ്ഞ പൂർത്തിയാക്കുന്നത് അപകടമാണ്. അവിടത്തേക്ക് വിഷത്തെ തടയാനാവില്ല. മാതാവിൽ നമുക്ക് വിശ്വാസമുണ്ട്. നാം തീർച്ചയായും തടയും മിത്രമേ. നമുക്ക് തടഞ്ഞേ മതിയാകും. അദ്ദേഹത്തിന്റെ ബാലശരീരത്തിന് ഈ വിഷത്തിന്റെ പ്രസരത്തെ താങ്ങാനാവില്ല. നിന്നാലും മഹാദേവ,
നിർത്തിയാലും മഹാദേവ, വിഷം പാനം ചെയ്യരുതേ, വിഷം പാനം ചെയ്യരുതേ. വിഷത്തിന്റെ അസഹനീയമായ വേദന എങ്ങനെയാണ് സഹിക്കാനാവുക? സർവശക്തനായ മഹാദേവന് തന്റെ വാസ്തവിക രൂപത്തിൽ പോലും വിഷം നൽകിയ വേദന അസഹനീയമായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ബാലകനാണ്. ഈ ഹാനികരമായ വിഷത്തിന്റെ പ്രഭാവത്തെ എങ്ങനെയാണ് സഹിക്കുക? എന്തെങ്കിലും അനർത്ഥമുണ്ടായാലോ? ദേവന്മാരെ, ഒരിക്കൽ കൂടി മഹാദേവൻ പ്രപഞ്ചത്തെ വിനാശത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഹര ഹര മഹാദേവ, 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 ഹര ഹര മഹാദേവ. നമുക്ക് വീണ്ടും ആ കാലചക്ര ചരിത്രം ആവർത്തിക്കേണ്ടതായുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ തന്നെ ആ വിഷത്തെ തടയേണ്ടതുണ്ട്.